ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന ചുവടുവയ്പായ ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ സംരംഭത്തിന് രാജ്യത്ത് തുടക്കം. പുതുവർഷത്തെ ആഘോഷപൂർവ്വം വരവേറ്റ് ലോകം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ജനങ്ങൾക്ക് നവവത്സരാശംസകൾ നേർന്നു. വയനാട് പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചർച്ച പുരോഗമിക്കുന്നു. പൊതുസ്ഥലങ്ങളിലെ മാലിന്യം വലിച്ചെറിയൽ തടയുന്നത് ലക്ഷ്യമിടുന്ന വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന് കേരളത്തിൽ ഇന്ന് തുടക്കം. 6 അടിസ്ഥാന മേഖലകളിലെ രാജ്യത്തിന്റെ വ്യാവസായിക പ്രകടനത്തിൽ റെക്കോർഡ് വർധന രേഖപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. നിരവധി ട്രെയിനുകൾ വൈകിയോടുകയാണ്. വാർത്തകൾ വിശദമായി. ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ സംരംഭത്തിന് രാജ്യത്ത് ഇന്ന് തുടക്കം. സർവകലാശാലകൾ, IIT-കൾ തുടങ്ങി സർക്കാർ ധനസഹായം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 1.8 കോടിയിലേറെ വിദ്യാർത്ഥികൾക്ക് ലോകമെമ്പാടുമുള്ള മുൻനിര ജേണലുകളിലെ ഗവേഷണ ലേഖനങ്ങൾ പഠനത്തിനായി ലഭ്യമാക്കുന്ന സുപ്രധാന സംരംഭമാണിത്. ശാസ്ത്ര സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഗണിതം, മാനേജ്മെന്റ്, സാമൂഹിക ശാസ്ത്രം, ഹ്യൂമാനിറ്റീസ് എന്നീ മേഖലകളിലെ 13,400-ലധികം അന്താരാഷ്ട്ര ജേണലുകൾ ആദ്യഘട്ടത്തിൽ ഗവേഷകർക്ക് ലഭ്യമാക്കുന്നു. തുടർന്നുള്ള ഘട്ടങ്ങളിൽ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പിന്നീട് രാജ്യത്തെ എല്ലാ വ്യക്തികൾക്കും ഈ സൌകര്യം ലഭ്യമാക്കുമെന്ന് മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ അജയ് കുമാർ സൂദ് വ്യക്തമാക്കി. फेज 1 में हमने सारी रिसर्च सेंट्रल और स्टेट गवर्नमेंट की जितनी रिसर्च इंस्टीट्यूट्स, यूनिवर्सिटीज, कॉलेजेस सबको मिलाया. उसको एक्सपीरियंस करके हम फेज 2 में हमारी जो प्राइवेट यूनिवर्सिटीज और कॉलेजेस हैं उनको हम देखेंगे कि कैसे मिलाया जाए फेज 2 में. और फेज 3 जब होगा कि जब आपके कोई भी नागरिक देश का अगर वो नॉलेज को एक्सेस करना चाहता है कर पाए तो वो फेज 3 होगा. तो पहले 3 साल हमने फेज 1 किया है, उसके बाद फेज 2 और उसके बाद फेज 3. പുതുവർഷത്തെ ആഘോഷപൂർവ്വം വരവേറ്റ് ലോകം. സംഗീത നൃത്ത പരിപാടികളുടെയും വർണ്ണശബളമായ ആഘോഷങ്ങളുടെയും നിറവിലാണ് ലോകരാജ്യങ്ങൾ 2025-നെ വരവേറ്റത്. നവവത്സര ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ശോഭനവും സുസ്ഥിരവുമായ ഭാവി പടുത്തുയർത്തുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ പുതുവർഷ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന വർഷമാണ് 2025 എന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി എല്ലാവരും പ്രയത്നിക്കണമെന്നും ഉപരാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പുതുവർഷം ഏവർക്കും സന്തോഷവും വിജയവും പുതിയ അവസരങ്ങളും നൽകട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. കേരളത്തിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടന്നത്. കോവളം, വർക്കല, ഫോർട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ പുതുവർഷാഘോഷങ്ങളിൽ വർദ്ധിച്ച ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജനങ്ങൾക്ക് പുതുവർഷ ആശംസകൾ നേർന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചർച്ച പുരോഗമിക്കുന്നു. സ്ഥലമേറ്റെടുപ്പിന്റെ വിശദാംശങ്ങൾ, ടൌൺഷിപ്പിന്റെയും വീടുകളുടെയും പ്ലാൻ എന്നിവ സർക്കാർ യോഗത്തിൽ അറിയിക്കുമെന്നാണ് സൂചന. മാലിന്യം വലിച്ചെറിയുന്ന ശീലം ഉപേക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി വലിച്ചെറിയൽ വിരുദ്ധ വാരത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി MB രാജേഷ് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. റോഡുകളിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുബിന്നുകൾ കൂടുതലായി സ്ഥാപിക്കും. വാരാചരണത്തിന്റെ ഭാഗമായി എല്ലാ ജംഗ്ഷനുകളിലും ഈ മാസം 20-നകം ജനകീയ സമിതികൾ രൂപീകരിക്കും. യുവജനങ്ങൾക്കായുള്ള അവസരങ്ങൾ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ വളരെയധികം വർദ്ധിച്ചതായി കേന്ദ്ര സർക്കാർ. യുവജനക്ഷേമത്തിനായി നിരവധി പരിപാടികളാണ് ഇക്കാലയളവിൽ നടപ്പാക്കിയത്. ഒരു റിപ്പോർട്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണം നടപ്പാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തിനിടെയുള്ള സുപ്രധാന നേട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചതും കൂടുതൽ പഠനാവസരങ്ങൾ ഒരുക്കി. 1 കോടി യുവജനങ്ങൾക്ക് ഇന്റേൺഷിപ്പ് അവസരം നൽകിയതിലൂടെ പഠന തൊഴിൽ അന്തരം കുറയ്ക്കാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിലൂടെ 1,42 ലക്ഷം പേർക്ക് പരിശീലനവും ഉറപ്പുവരുത്തി. പൊതുപരീക്ഷകളിലെ കൃത്രിമം തടയുന്നതിനായി പ്രത്യേക നിയമവും കേന്ദ്രം 2024 പാസാക്കി. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിഗ്യാൻ ധാര പദ്ധതി ആവിഷ്കരിച്ചതും ഇക്കാലയളവിലെ സുപ്രധാന നേട്ടമായി കണക്കാക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6 അടിസ്ഥാന മേഖലകളിലെ രാജ്യത്തിന്റെ വ്യാവസായിക പ്രകടനത്തിൽ റെക്കോർഡ് വർധന രേഖപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ. സിമന്റ്, കൽക്കരി, ഉരുക്ക്, വൈദ്യുതി, റിഫൈനറി ഉൽപ്പന്നങ്ങൾ, രാസവളം എന്നിവയുടെ ഉൽപാദനത്തിൽ കഴിഞ്ഞ 4 മാസത്തിനിടെ മികച്ച നേട്ടമാണ് രാജ്യം കൈവരിച്ചിരിക്കുന്നത്. കൽക്കരി ഉൽപാദനത്തിൽ 7.5%, റിഫൈനറി ഉൽപ്പന്നങ്ങളിൽ 2.9%, ഉരുക്ക് മേഖലയിൽ 4.8% വർധന നവംബറിൽ രേഖപ്പെടുത്തി. എന്നാൽ അസംസ്കൃത എണ്ണ, പ്രകൃതിവാതക രംഗങ്ങളിലെ പ്രകടനത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10:30 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ന് വൈകുന്നേരം എത്തുന്ന നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള സമ്മേളനങ്ങൾക്ക് ഇന്ന് സമാപനമാവും. വൈകുന്നേരം 5 മണിക്ക് ശിവഗിരിയിൽ നടക്കുന്ന ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി 3 ദിവസം നീണ്ട സമ്മേളനങ്ങൾക്കാണ് ഇന്ന് സമാപനം കുറിക്കുന്നത്. NK പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന സമാപന സമ്മേളനത്തിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രനും സംബന്ധിക്കും. രാവിലെ നടന്ന വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ്, K സുധാകരൻ MP, കർണാടക സ്പീക്കർ UT ഖാദർ എന്നിവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സാഹിത്യ സമ്മേളനം കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഈ മാസം 5 വരെ ശിവഗിരി തീർത്ഥാടനം തുടരും. സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പെരുന്ന NSS ആസ്ഥാനത്ത് ഇന്നും നാളെയുമായാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. മന്നം നഗറിൽ നടന്ന അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുന്നോടിയായുള്ള സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് കോഴിക്കോട് സ്വീകരണം നൽകി. കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സ്വീകരണ ചടങ്ങ്. ഘോഷയാത്ര മറ്റന്നാൾ തിരുവനന്തപുരത്ത് സമാപിക്കും. ഈ മാസം 4 മുതൽ 8 വരെയാണ് കലോത്സവം. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, UP തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. ഹിമാചലിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത്. മധ്യേന്ത്യയിൽ അടുത്ത 5 ദിവസം കൂടി ഇതേ കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ജമ്മുകശ്മീരിലും ശൈത്യതരംഗം തുടരുന്നു. രാത്രികാലങ്ങളിൽ താപനില 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയാണ്. വരും ദിവസങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അതേസമയം ശ്രീനഗർ ജമ്മു ദേശീയപാതയിലൂടെയും ശ്രീനഗർ കാർഗിൽ റോഡിലൂടെയുമുള്ള വാഹന ഗതാഗതത്തിന് തടസ്സമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മൂടൽമഞ്ഞിനെ തുടർന്ന് നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നതായി ഇന്ത്യൻ റെയിൽവേ. ഡൽഹിയിലേക്കുള്ള 22ഓളം ട്രെയിനുകൾ 2 മണിക്കൂർ വരെ വൈകി ഓടുകയാണ്. അയോധ്യ എക്സ്പ്രസ്, തെലങ്കാന എക്സ്പ്രസ്, പത്മാവത് എക്സ്പ്രസ്, സമ്പർക്ക് ക്രാന്തി എന്നിവ വൈകി ഓടുന്ന ട്രെയിനുകളിൽ ഉൾപ്പെടുന്നു. ശ്രീലങ്കയിലെ ജയിലിൽ നിന്ന് മോചിതരായ 20 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ വിമാനമാർഗം ചെന്നൈയിൽ എത്തിച്ചേർന്നു. 1 വർഷം മുൻപാണ് തമിഴ്നാട്ടിലെ പുതുക്കോട്ടൈ, രാമനാഥപുരം, തൂത്തുക്കുടി ജില്ലകളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തത്. ഇന്ത്യ ശ്രീലങ്കൻ സർക്കാരുകൾ തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇവരെ വിട്ടയച്ചത്. ഗംഗാ ശുചീകരണ ദേശീയ ദൌത്യത്തിന്റെ കീഴിൽ ഉത്തർപ്രദേശിലെ ചന്ദൌലി, മണിക്പൂർ മേഖല കേന്ദ്രീകരിച്ചുള്ള 272 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ബീഹാറിലെ ബക്സറിൽ നദീ സംരക്ഷണത്തിന്റെ ഭാഗമായി പ്രതിദിനം 50 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള അത്യാധുനിക മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള പദ്ധതിക്കും കേന്ദ്രം അനുമതി നൽകി. രാജ്യത്തെ മൊത്തം വാർഷിക ഭൂഗർഭജല തോത് 1500 കോടി ക്യൂബിക് മീറ്ററായി വർദ്ധിച്ചു. ഭൂഗർഭജല ഉപയോഗം 300 കോടി ക്യൂബിക് മീറ്ററായി കുറഞ്ഞതായും ഭൂഗർഭജല അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ഭൂഗർഭജല ബോർഡും സംസ്ഥാനങ്ങളും സംയുക്തമായാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നോർവീജിയൻ താരം മാഗ്നസ് കാൾസണും റഷ്യൻ താരം ഇയാൻ നെമ്പോനിഷിയും പങ്കിട്ടു. ഇന്നലെ ന്യൂയോർക്കിൽ നടന്ന അവസാന മത്സരത്തിലെ ടൈ ബ്രേക്ക് ഗെയിമുകൾ സമനിലയിൽ അവസാനിച്ചതോടെയാണ് കിരീടം പങ്കിടാൻ തീരുമാനമായത്. വനിതാ വിഭാഗം ഫൈനലിൽ ചൈനയുടെ ജു വെൻജുൻ ചൈനയുടെ തന്നെ ലീ ടിങ്ജിയെ തോൽപ്പിച്ച് ലോക ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ഇന്ത്യയുടെ R വൈശാലിയെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് ജു വെൻജു ഫൈനലിൽ പ്രവേശിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന ചുവടുവയ്പായ ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ സംരംഭത്തിന് രാജ്യത്ത് തുടക്കം.
പുതുവർഷത്തെ ആഘോഷപൂർവ്വം വരവേറ്റ ലോകം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ജനങ്ങൾക്ക് നവവത്സരാശംസകൾ നേർന്നു. വയനാട് പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചർച്ച പുരോഗമിക്കുന്നു. പൊതുസ്ഥലങ്ങളിലെ മാലിന്യം വലിച്ചെറിയൽ തടയുന്നത് ലക്ഷ്യമിടുന്ന വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന് കേരളത്തിൽ ഇന്ന് തുടക്കം. 6 അടിസ്ഥാന മേഖലകളിലെ രാജ്യത്തിന്റെ വ്യാവസായിക പ്രകടനത്തിൽ റെക്കോർഡ് വർധന രേഖപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. നിരവധി ട്രെയിനുകൾ വൈകിയോടുകയാണ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.